ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. BBS ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തലശ്ശേരി ദം ബിരിയാണിയാണ്. ഇന്ന് എൻ്റെ മോളുടെ കൂട്ടുകാരികളെല്ലാം വന്നിട്ടുണ്ട്. അവൾ BSc നേഴ്സിംഗ് ആണ് പഠിക്കുന്നത്, മംഗലാപുരമാണ്. കാസർഗോഡ് നിന്നും തൃശ്ശൂരിൽ നിന്നാണ് വന്നത്. അവർക്കൊരു ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കര മോഹം. അപ്പോൾ അവർക്ക് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ മഴയൊക്കെ ശകലം കുറഞ്ഞല്ലോ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ, അൽഹംദുലില്ലാ. അതിന് വേണ്ടിയിട്ട് 2 കിലോ ചിക്കനാണ് ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ ഒരു 1.5 കിലോ റോസ് ബിരിയാണി അരിയാണ്. ഇത് നമുക്ക് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കാം. അന്നത്തേക്കും ഈ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം. മസാല ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ: ഇത് കുറച്ച് 4-5 സവാള അരിഞ്ഞത്, 3 തക്കാളി അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പിന്നെ ബിരിയാണി മസാല, നാരങ്ങ, തൈര്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. പാത്രം എടുത്ത് കിടക്ക് സവാള കുറഞ്ഞത്, ഉപ്പിട, സവാള വറുത്ത് വെച്ച എണ്ണയാണ് ഇരിക്കുന്നത്. നമുക്കത് ശകലം വഴന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അതിൽ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ചതച്ചിടുക. പച്ചമണം മാറുമ്പോൾ വരെ ഇളക്കാം. ചിക്കൻ മസാല ചേർക്കാം. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇത് ബിരിയാണി മസാല. ഇത് 3 സ്പൂൺ ചേർക്കാം. 4 സ്പൂൺ ചേർത്തേക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കാം. ശകലം മല്ലിപ്പൊടി ചേർക്കാം. പച്ചമണം മാറുന്നത് വരെ ഇളക്കാം. ഇത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി ഇതിനകത്തോട്ട് നമുക്ക് ചിക്കൻ ഇടാം. വേവിച്ച് വെച്ച ചിക്കനാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഇളക്കാം. ഇത് കുറച്ചുകൂടെ വേകാനുണ്ട്. ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഒന്നുകൂടെ മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്. ചോറ് വെക്കാൻ പോവുകയാണ്. ഒരു സവാള അരിഞ്ഞത്, കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, പിന്നെ ഈ സംഭവം. ഇത് ചിക്കൻ വെന്ത വെള്ളമാണ്. ഇത് ചോറ് വെക്കും. ഞാൻ അതിനകത്തോട് ചേർക്കാം. ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ചോറിന്. ഞാൻ അടുപ്പയിലാണ് ഉണ്ടാക്കുന്ന ചോറ്. നമുക്ക് അതിനകത്തേക്ക് 200 ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഉപ്പും സവോളയും ഇത് തിരുമ്മിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ചിക്കൻ വെന്ത വെള്ളവും പച്ചവെള്ളം കൂടി ചേർക്കുകയാണ്. ഇതിൽ 1.5 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് ഒരു പാത്രം അരിയായിരുന്നുള്ള, അതിപ്പോൾ 1.5 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് വെള്ളം തിളച്ച് വരട്ടെ. എന്തെങ്കിലും നമുക്ക് അരി ഇടാം. മസാലയ്ക്കകത്തോട്ട് നമുക്ക് ഇച്ചിരി മല്ലിയില ചേർക്കാം. കുറച്ച് തൈര് ഒഴിക്കാം. ഒരു സ്പൂൺ നാരങ്ങാനീര് ഒഴിക്കാം. സവോള വറുത്ത് പൊടിച്ചതാണ്. ഇത് നമുക്കൊരിട്ട് കൊടുക്കാം. ഇളക്കാം. ഇത് കുറച്ച് നേരം കൂടി തട്ടിപ്പൊത്തി വെക്കാം. വെള്ളം തെളിച്ച് നമുക്ക് അരി ഇട്ട് കൊടുക്കാം.
ഇത് ഇളക്കി കൊടുക്കുക. ഇത് തിളച്ച് വരും, നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീ കുറച്ച് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തീ കൊടുക്കുക. ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ദമ്മിടാം. വേറൊരു പാത്രത്തിൽ കോരി വെച്ചിട്ട് അതിനകത്ത് ദമ്മിടാം. എന്നിട്ട് മല്ലിമുളക് കോരി കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നെയ്യ് ഒഴിക്കുക. എന്നിട്ട് പിന്നെയും ചോറിട്ട് കൊടുക്കുക. ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ ചോറെല്ലാം എടുത്ത് മുകളിലോട്ട് വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ മല്ലിയില സവോള വറുത്തത് എല്ലാം കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. തട്ടിപ്പൊട്ടി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് അടച്ച് വെക്കാം. ഇത് 15 മിനിറ്റായി നമ്മളിങ്ങനെ വെച്ചിട്ട് നമുക്കിത് പയ്യെ ഇളക്കിയെടുക്കാം. ഇങ്ങനെ ദം ബിരിയാണി റെഡിയായി. ചിക്കൻ ദം ബിരിയാണി റെഡിയായി. ഇനി നമുക്ക് കഴിക്കാം. പിന്നെ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ചിക്കൻ ദം ബിരിയാണി റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.